ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വന്നതിന് ശേഷം പാസ് ഔട്ട് ആകുന്ന ആദ്യത്തെ UPSC ബാച്ച് നിങ്ങളുടെ ആയിരിക്കും. ആൻഡ് ദാറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് തിങ് ഇൻ UPSC പ്രിപ്പറേഷൻ. ഐ ബിലീവ് സോ. സോ ഞാൻ എത്രമാത്രം ഈ പറയുന്ന ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ChatGPT, ജെമിനി ഇതൊക്കെ പ്രിപ്പറേഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ? എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്? സർ, ChatGPT ഒക്കെ എൻ്റെ മെയിൻസിൻ്റെ സമയത്താണ് പോപ്പുലർ ആവുന്നത്, നമുക്കൊക്കെ ആക്സസിബിൾ ആവുന്നത്. പക്ഷേ നമ്മൾ മെയിൻസിന് പഠിക്കുമ്പോൾ തന്നെ ChatGPT ഒക്കെ പറ്റി ഇൻറ്റൻസീവ്ലി ഞാൻ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഭയങ്കര പൊല്യൂട്ടിംഗ് ആണ്, വളരെ വാട്ടർ ഇൻറ്റൻസീവ് ആണ്, കോൺഫ്ലിക്റ്റ് മിനറൽസ് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് എത്തിക്കലി എൻ്റെ മനസ്സിൽ ഞാനൊരു പ്രോംപ്റ്റ് വെറുതെ ഹായ് എന്ന് ചോദിച്ചാൽ എത്രമാത്രം എനർജിയാണ് വേസ്റ്റ് ആവുന്നതെന്നൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെയിൻസിൻ്റെ സമയത്തൊന്നും ChatGPT യൂസ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തെപ്പോഴത്തേക്കും യൂസ് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇൻ്റർവ്യൂ തീരാറായപ്പോൾ ഞാൻ ChatGPTയോട് തന്നെ ചോദിച്ചു, ഇത്രയും എനിക്കിങ്ങനെ ഒരു എത്തിക്കൽ ഡിലമ ഉണ്ടായിരുന്നു, അപ്പം ഇത്ര എനർജി ഇൻറ്റൻസീവ് ആണ്, സസ്റ്റൈനബിൾ അല്ല, ഞാൻ എന്നിട്ടും ChatGPT യൂസ് ചെയ്തു ഞാൻ ChatGPTയോട് തന്നെ ചോദിച്ചു. അപ്പോൾ ChatGPT എനിക്ക് റിപ്ലൈ തന്നത് അതിന് പാരലായിട്ട് ഈ അൺസസ്റ്റൈനബിൾ അല്ല എന്നുള്ള രീതിക്കാണ് ChatGPTക്ക് മറുപടി തന്നത്. ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, എന്നാലും അങ്ങനത്തെ എത്തിക്കൽ ഡിലമ വരേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലും കാർബൺ ഫുട് പ്രിൻറ്റും വാട്ടർ ഇൻറ്റൻസീവ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിലമയുടെ ആവശ്യമില്ല. ഇതിപ്പോഴത്തെ ഒരു ആവശ്യമാണ്, നമ്മൾ അതിന് എവിടെയെങ്കിലും ഓഫ്സെറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു അഡ്വൈസാണ് ChatGPT എനിക്ക് തന്നത്. ഇൻ്റർവ്യൂ സ്റ്റേജിലാണ് സാർ ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. Lead IAS, #1 IAS Academy in Kerala.